താഴ്വര ഭാഗം 27. തടിച്ച കൽച്ചുമരിനു പിന്നിൽ തണുത്ത പ്രതലത്തിൽ പുറമമർത്തി ഒളിച്ചു നിൽക്കുമ്പോൾ രേഖയുടെ വിറയ്ക്കുന്ന ശരീരം അതിലലിഞ്ഞു ചേരുമെന്ന പോലെ തോന്നി. അവളുടെ നെഞ്ച് വളരെ വേഗത്തിൽ ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ ശ്വാസത്തിന്റെ ശബ്ദം ഉച്ചത്തിൽ പുറത്തേക്ക് വരാതിരിക്കാൻ ശ്രമിച്ചു. അവളുടെ ഹൃദയം വളരെ ശക്തമായി ഇടിച്ചു. അതവളുടെ ചെവിക്കുള്ളിൽ പ്രതിധ്വനിക്കുന്നതായി അവൾക്ക് തോന്നി. അവൾ നിശ്ചലയായി നിന്നു. അവളുടെ കൈകൾ ചുമരിലമർത്തി. ശരീരം ചെറുതായി മുന്നോട്ട് കുനിഞ്ഞു. അവൾ ദീർഘദൂരം ഓടിയതുപോലെ അവളുടെ ശരീരം മുഴുവൻ വിറച്ചു. അവളുടെ കണ്ണുകൾ ഇടനാഴിയിലെ തറയിൽ പതിഞ്ഞ നേർത്ത വെളിച്ചത്തിലേക്ക് പാഞ്ഞു. സാവധാനം, മടിച്ച്, അല്പം ധൈര്യം സംഭരിച്ച് ചുമരിന്റെ അരികിലൂടെ അവൾ ഒളിഞ്ഞു നോക്കി. താരൻ ഇടനാഴിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ കയ്യിലെ വിളക്ക് ചെറുതായി വിറച്ചു. അവന്റെ മുഖത്തിപ്പോഴും ഭയമുണ്ടായിരുന്നു. അവന്റെ പുരുകങ്ങൾ ചുരുങ്ങിയിരുന്നു. ചുണ്ടുകൾ ചെറുതായി തുറന്നിരുന്നു. അവൻ ചുറ്റും നോക്കി, ജാഗ്രതയോടെ, ആശയക്കുഴപ്പത്തോടെ. എന്നിട്ട് അവന്റെ നോട്ടം നിഴലുകളിലേക്ക് തിരിച്ചു. രേഖയുടെ ശരീരം മരവിച്ചു. അവളുടെ വിരലുകൾ ചുമരിലാഴ്ന്നു, അവളെ കൂടുതൽ ഒളിപ്പിക്കാനെന്ന മട്ടിൽ. പക്ഷേ ഒരു നീണ്ട ശ്വാസം വിട്ട ശേഷം താരൻ തലകുലുക്കി പതിയെ തിരിഞ്ഞ് അവന്റെ മുറിയിലേക്ക് കയറി. രേഖ അവിടെ തന്നെ തുടർന്നു. അവളുടെ ശരീരം ഇപ്പോഴും ചുമരിൽ മുറുകെ അമർത്തിപ്പിടിച്ചിരുന്നു. വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ മാത്രമാണ് അവൾ അടക്കിപ്പിടിച്ച് ശ്വാസം പുറത്തേക്ക് വിട്ടത്. അവളുടെ കാൽമുട്ടുകൾക്ക് ബലമില്ലാതായി. ഒരു നിമിഷം അവിടെ ആ ഇരുട്ടിൽ തകർന്നു വീഴാൻ സാധ്യതയുണ്ടെന്ന് അവൾ കരുതി. അവൾ അവളുടെ കൈ നെറ്റിയിലേക്ക് ഉയർത്തി. അവിടെ കൂടിയ വിയർപ്പ് തുടച്ചുമാറ്റി. എന്നിട്ട് അവളുടെ മനസ്സിനെ ശാന്തമാക്കാൻ അവളുടെ കൈപ്പത്തി മുഖത്തുകൂടി ഓടിച്ചു. അവൾ ചുമരിൽ നിന്ന് ശ്രദ്ധയോടെ ഒരു ചുവട് മുന്നോട്ട് വച്ചു, പിന്നെ മറ്റൊന്ന്. എന്നിട്ട് വിളക്ക് വെളിച്ചങ്ങൾ ഒഴിവാക്കി മുറ്റത്തുകൂടി തിടുക്കത്തിൽ നടന്നു. അവൾ ശിഷ്യകളുടെ താമസ സ്ഥലത്തേക്ക് നടക്കുമ്പോൾ അവളുടെ കാൽവെപ്പ് വേഗത്തിലായി. രാത്രിക്ക് കൂടുതൽ ഭാരം തോന്നി. നിശബ്ദത കൂടുതൽ ശ്വാസം മുട്ടിക്കുന്നതായിരുന്നു. അവൾ വാതിൽക്കലെത്തിയപ്പോഴും വിറച്ചുകൊണ്ടിരുന്നു. ശിഷ്യകൾ കുറച്ചുപേർ ഇതിനകം ഉറങ്ങിയിരുന്നു. കുറച്ചുപേർ അവിടെവിടെയായി ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവൾ പതിയെ അകത്തേക്ക് കയറി. അവരെ ശ്രദ്ധിക്കാതെ അവളുടെ കിടക്കയിൽ ഇടം പിടിച്ചു. സമയം കടന്നുപോയി. സംസാരിച്ചിരുന്ന മറ്റു ശിഷ്യകളും ഉറങ്ങി. പക്ഷേ രേഖയ്ക്ക് ഉറക്കം വന്നില്ല. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. അവളുടെ കൈകൾ പുതപ്പിൽ മുറുകെ പിടിച്ചു. അവളുടെ കണ്ണുകൾ മങ്ങിയ വെളിച്ചമുള്ള മേൽക്കൂരയിൽ ഉറപ്പിച്ചു. അവൾ കണ്ണുകൾ അടയ്ക്കുമ്പോഴെല്ലാം ഇടനാഴിയിൽ നിൽക്കുന്ന താരിന്റെ രൂപം ഒരു ഞെട്ടിയ നോട്ടത്തോടെ കണ്ടു. അവൻ അവളെ കണ്ടിരുന്നെങ്കിലോ, അവനവളെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിലോ, അവൻ ഗുരു ജയൻവറിനോട് പറഞ്ഞിരുന്നെങ്കിലോ. അവൾക്ക് തുടച്ചു മാറ്റാൻ കഴിയാത്ത ഒരു പ്രാണിയെപ്പോലെ ഭയം അവളുടെ ചർമ്മത്തിൽ ഇഴഞ്ഞു. അവളുടെ മനസ്സിൽ ആ നിമിഷം വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നു. അതവളെ വിശ്രമിക്കാൻ അനുവദിച്ചില്ല. എന്നിട്ടും ഭയത്തിന് താഴെ മറ്റൊരു ചിന്ത അവളോടൊപ്പം നിന്നു. അവൾ കണ്ട ആ കുറിപ്പുകൾ, ആ ചിത്രങ്ങൾ, ചെടികളുടെ വ്യക്തമായ രൂപങ്ങൾ, അവയുടെ അരികിൽ വൃത്തിയുള്ള അടയാളങ്ങൾ, അവയുടെ സവിശേഷതകളെ വിവരിക്കുന്ന വാക്കുകൾ, അവയൊന്നും അവൾക്ക് തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എന്തായിരുന്നു അവ? അങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കാൻ ആരാണവൻ? എന്തുകൊണ്ടാണ് ജയൻവർ ആരോടും പറയാതെ അവനെ കൊണ്ടുവന്നത്? എന്തുകൊണ്ടാണ് അവനോട് ഇത്ര വ്യത്യസ്തമായി പെരുമാറുന്നത്? ചോദ്യങ്ങളാൽ അവളുടെ മനസ്സ് വട്ടം കറങ്ങി. രാത്രി ഏറെ വൈകിയും അവൾ ഉറങ്ങിയിരുന്നില്ല. അവളുടെ കണ്ണുകൾ തുറന്നു പിടിച്ച് കടന്നുപോയി. എന്നാൽ പതിവ് പോലെ അതിരാവിലെ തന്നെ അവൾ എഴുന്നേറ്റു. അവളുടെ മുഖം വിളറിയിരുന്നു. അവളുടെ കണ്ണുകൾക്ക് ഭാരമുണ്ടായിരുന്നു. പക്ഷെ അവളുടെ ഹൃദയം അശാന്തമായിരുന്നു. അവൾ ദിനചര്യയിലേക്ക് സ്വയം തള്ളിവിട്ടു. അവളുടെ വസ്ത്രം ക്രമീകരിച്ച് മരുന്ന് തയ്യാറാക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങി. ശിഷ്യന്മാർ ഔഷധങ്ങളുടെ കെട്ടുകളും പൊടികളുടെ ഭരണികളും വേരുകളുടെ കുട്ടകളും കൊണ്ട് അവിടെയും ഇവിടെയും തിടുക്കം കൂട്ടി. ഉരലുകൾ ഉലക്കകളുമായി ഉരസുന്ന ശബ്ദം മുറ്റത്ത് നിറഞ്ഞു. എന്നിട്ടും ഈ ശബ്ദങ്ങൾക്കിടയിലും രേഖയുടെ ചിന്തകൾ മറ്റെവിടെയോ ആയിരുന്നു. അവൾ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അവൾക്ക് ചുറ്റുമുള്ള മുഖങ്ങളിൽ അവനെ തിരഞ്ഞു. അവൻ എവിടെയായിരുന്നു? അരയ്ക്കുന്നതിനിടയിലും ഇടിക്കുന്നതിനിടയിലും തിളപ്പിക്കുന്നതിനിടയിലും തലേ ദിവസത്തെ പോലെ ശാന്തമായി ഒരു ശിഷ്യനായി നടിച്ചിരിക്കുന്ന താരിനെ അവൾ പ്രതീക്ഷിച്ചു. പക്ഷെ അവൻ അവിടെ ഇല്ലായിരുന്നു. അവൾ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് നോക്കി. അവരുടെ അരകല്ലുകളുമായി കാലുകൾ മടക്കിയിരിക്കുന്ന യുവശിഷ്യന്മാരുടെ നിര മുഴുവൻ പരിശോധിച്ചു. എന്നിട്ടും അവനെ കണ്ടില്ല. അവൾ അവളുടെ ജോലികളുമായി മുന്നോട്ടു പോയി. പക്ഷെ അവളുടെ മനസ്സലഞ്ഞു. ഇന്നലെ അവൻ അവർക്കിടയിലുണ്ടായിരുന്നു. ഇന്നവൻ അപ്രത്യക്ഷനായി. അവൻ എവിടെയായിരിക്കും? അവൾ ആ ചിന്തയെ കുടഞ്ഞെറിയാൻ ശ്രമിച്ചു. പക്ഷെ അത് അവളിൽ ഒട്ടിപ്പിടിച്ചു കിടന്നു.
ആകാംക്ഷ അതിരുകടന്നപ്പോൾ അവൾ ജെയിൻവറിനോട് തന്നെ ചോദിക്കാൻ തീരുമാനിച്ചു. ചികിത്സക്കിടയിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് തടസ്സപ്പെടുത്തുന്നത് ജെയിൻവറിന് ഇഷ്ടമല്ലായിരുന്നു. എങ്കിലും മടിച്ച് അവൾ ചികിത്സാമുറിയുടെ അടുത്തേക്ക് നടന്നു. ഇടനാഴിയിലൂടെ കടന്നു പോകുമ്പോൾ അവളുടെ ചുവടുകൾ സാവധാനത്തിലായി. അവൾ ചികിത്സാമുറിയുടെ വാതിൽക്കലെത്തുമ്പോൾ അവൾ അവനെ കണ്ടു. ഉള്ളിൽ ജെയിൻവറിനരികിലായി അവൻ ഇരിക്കുന്നു. രേഖ അവളുടെ നടത്തം നിർത്തി. ഒരു രോഗി അവരുടെ മുന്നിലിരുന്ന് അവന്റെ വേദന വിവരിക്കുന്നുണ്ടായിരുന്നു. ജെയിൻവർ മുന്നോട്ട് ചാഞ്ഞു. അവന്റെ കൈ ആ മനുഷ്യന്റെ കൈത്തണ്ടയിൽ വച്ചു. അവൻ രോഗത്തെയും മനുഷ്യന്റെ ശരീരത്തിൽ ഉയരുന്ന ചൂടിനെയും അതിനെ തണുപ്പിക്കാൻ ആവശ്യമായ ഔഷധങ്ങളെയും വിശദീകരിച്ചു. താരിനൊരു കുട്ടിയെപ്പോലെ ഏകാഗ്രതയോടെ ശാന്തനായിരുന്നു. ജെയിൻവർ പറയുന്ന ഓരോ വാക്കും അവൻ ഒപ്പിയെടുത്തു. അവന്റെ പുസ്തകത്തിൽ കുറിച്ചുവച്ചു. രേഖയുടെ ചുണ്ടുകൾ ചെറുതായി വിറച്ചു. അവളുടെ നെഞ്ചു മുറുകി. അവൾ വർഷങ്ങളായി ജെയിൻവറിന്റെ കൂടെയുണ്ടായിരുന്നു. കണ്ടും പഠിച്ചും സേവിച്ചും. ഒരു തവണ പോലും അദ്ദേഹം രോഗനിർണയ സമയത്ത് അവന്റെ അരികിലിരിക്കാൻ അവളെ അനുവദിച്ചിട്ടില്ല. ഇനി ആർക്കെങ്കിലും ജെയിൻവർ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ അത് അവളായിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അവൾ ആ അവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ ഈ അപരിചിതൻ, നിഗൂഢൻ, ഏറ്റവും മുതിർന്ന ശിഷ്യനെ പോലെ പരിഗണിക്കപ്പെടുന്നു. അങ്ങനെയുള്ള ബഹുമാനത്തിന് യോഗ്യനാണെന്ന മട്ടിൽ അയാൾ ഇരിക്കുന്നു. ഒരുതരം അസൂയയുടെ ചൂട് അവളുടെ നെഞ്ചിനുള്ളിൽ ഉയർന്നു. അവൾ അവളുടെ ചുണ്ടുകൾ മുറുകെ അമർത്തി. അവളുടെ ഹൃദയത്തിൽ നിന്ന് ദേഷ്യത്തിന്റെ ശബ്ദം പുറത്തു വരുന്നതിന് മുൻപ് അവൾ തിരിഞ്ഞ് വേഗത്തിൽ നടന്നുപോയി. തിരിച്ചു മരുന്ന് തയ്യാറാക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവളുടെ ദേഷ്യം അവളുടെ ശബ്ദത്തിൽ കാണിച്ചു. അവൾ ശിഷ്യന്മാരെ കൂടുതൽ കർശനമായി തിരുത്തി. തെറ്റുകൾ കൂടുതൽ പരുഷമായി ചൂണ്ടിക്കാട്ടി. അവളുടെ യോഗ്യത തെളിയിക്കാൻ എന്ന മട്ടിൽ യുവശിഷ്യന്മാർ പേടിച്ച് കൂടുതൽ തെറ്റുകൾ വരുത്തി. അവൾ അവരെ വീണ്ടും ശകാരിച്ചു. മുതിർന്ന ശിഷ്യന്മാർ അവളുടെ ഭാവമാറ്റം ശ്രദ്ധിച്ചു. എന്നാൽ അവരാരും അവളോടൊന്നും ചോദിച്ചില്ല. വൈകുന്നേരമായപ്പോഴേക്കും അവളുടെ ദേഷ്യത്തിനൽപ്പം കുറവ് വന്നു. അതവളുടെ ഉള്ളിൽ സങ്കടവും വേദനയുമായി മാറി. താൻ ആരുമല്ലെന്ന ചിന്ത അവളുടെ ഉള്ളിൽ നിറഞ്ഞു. അതിനിടയിലും അവളുടെ കടമകൾ കൃത്യമായി നിർവഹിച്ചു. അവൾ അടുപ്പിന് മുകളിൽ വെച്ച മൺപാത്രത്തിനരികിൽ നിന്നു. അതിലെ ഉള്ളടക്കം പതിയെ തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. നേർത്ത വെളുത്ത ആവി മുകളിലേക്ക് ചുരുണ്ടുകൂടി. രൂക്ഷമായ ഒരു ഗന്ധം വഹിച്ചുകൊണ്ട്, ചെറുതായി കൈപ്പേറിയതും ചെറുതായി മധുരമുള്ളതും വിചിത്രമായി ആശ്വാസം നൽകുന്നതും. ഒരു യുവശിഷ്യൻ പാത്രത്തിനടുത്തു നിന്നു. ഒരു നീണ്ട തടിക്കോലുകൊണ്ട് ഇളക്കിക്കൊണ്ട് പാത്രത്തിന്റെ ഉപരിതലത്തിൽ കണ്ണുറപ്പിച്ചു. രേഖ രണ്ടു കൈകളിലും ഒരു കടലാസ് ചുരുൾ പിടിച്ച് പേരുകൾ ഉച്ചത്തിൽ വായിച്ചു. റോഹൈമ, നെത്തൂൽ, വരാംബീർ, സതുൽവേര്, കർവത്തുതൊലി, തിലാറിം. അവൾ ഓരോ പേരും വായിക്കുമ്പോൾ ശിഷ്യൻ ഒരു പരന്ന കുട്ടിയിൽ നിന്ന് ഉണങ്ങിയ ഔഷധ സസ്യങ്ങളുടെ ഒരു കെട്ട് തിരഞ്ഞെടുത്ത് ശ്രദ്ധാപൂർവം പാത്രത്തിൽ ചേർത്തു. ഇടയ്ക്കിടയ്ക്ക് അവൻ അവളെ തിരിഞ്ഞു നോക്കി. താൻ ചെയ്യുന്നത് ശരിയാണോ എന്നും തന്റെ തെറ്റുകൾ അവളിൽ ഭാവമാറ്റം വരുത്തുന്നുണ്ടോ എന്നും അവൻ ശ്രദ്ധിച്ചു. എന്നാൽ അവൾ അവനെ ശകാരിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തില്ല. പകരം അവൻ ശരിയായത് തന്നെയാണോ എടുക്കുന്നതെന്ന് അവൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അവനെ ശാന്തമായി തിരുത്തി. അപ്പോൾ ഏതാനും അടി അകലെയായി താരി നിൽക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ ഉച്ചരിക്കുന്ന പേരുകൾ അവന്റെ പുസ്തകത്തിലേക്ക് കുറിച്ചുകൊണ്ടിരുന്നു. ഒപ്പം അവൻ ആ പേരുകൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. രേഖ പേരുകൾ വായിക്കുന്നത് നിർത്തി. അവൾ തല തിരിച്ച് അവനെ നോക്കി. അവളുടെ മുഖഭാവം മാറി. അവളുടെ പുരികങ്ങൾ ചെറുതായി ചുരുങ്ങി. അവളുടെ ഉള്ളിൽ അടങ്ങിയിരുന്ന ദേഷ്യം വീണ്ടും മുഖത്ത് പ്രതിഫലിച്ചു. അവരുടെ കണ്ണുകൾ ഇടഞ്ഞു. പെട്ടെന്ന് അയാൾ പുസ്തകമടച്ച് പുറത്തേക്ക് പോയി. രേഖയുടെ ദേഷ്യം അത്ഭുതത്തിന് വഴിമാറി. അയാൾ എന്തിനാണ് മരുന്നുകളുടെ പേരുകൾ കുറിച്ചെടുത്തത്? ഈ സാധാരണ ഔഷധങ്ങൾ പോലും അവൻ അറിയില്ലേ? അവനൊരു വലിയ പണ്ഡിതനായിരുന്നുവെങ്കിൽ ഒരു തുടക്കക്കാരനെ പോലെ പേരുകൾ ആവർത്തിക്കേണ്ട ആവശ്യമെന്താണ്? എന്തുകൊണ്ടാണ് അവൻ ഏറ്റവും ലളിതമായ കാര്യങ്ങൾ പോലും മുമ്പ് കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളെപ്പോലെ നോക്കുന്നത്? അവളുടെ ചിന്തകൾ ആഴത്തിലായി. അവളുടെ കണ്ണുകൾ അവൻ പോയ വഴി പിന്തുടർന്നു. അവൾ തിടുക്കത്തിൽ ബാക്കിയുള്ള ചേരുവകൾ എങ്ങനെയാണ് ചേർക്കേണ്ടതെന്ന് ശിഷ്യന് നിർദ്ദേശം നൽകി. അവൻ പോയ വഴി ലക്ഷ്യമാക്കി നീങ്ങി. ഇടനാഴിയിൽ എവിടെയും അവനെ കണ്ടില്ല. അവൾ മുന്നോട്ട് നടന്നു. ഇടനാഴിക്കപ്പുറം പിന്നാമ്പുറത്ത് ഔഷധ സസ്യങ്ങൾക്കിടയിൽ അവൻ നിൽക്കുന്നത് അവൾ കണ്ടു. അവൾ ഒരു വശത്തേക്ക് നീങ്ങി. ഒരകലം പാലിച്ചു. അവന് കാണാൻ കഴിയാത്ത ഒരിടത്ത് നിന്ന് അവനെ നിരീക്ഷിച്ചു. അവൻ താഴേക്ക് കുനിഞ്ഞ് തൽവാരോ ഇലകളിൽ തൊട്ടു. ആകാശവള്ളികൾ അത്ഭുതത്തോടെ നോക്കി. അവൻ അങ്ങനെയുള്ള ഔഷധങ്ങളെ മുമ്പ് കണ്ടിട്ടില്ലെന്ന മട്ടിൽ തണ്ടുകൾ പരിശോധിച്ചു. പുസ്തകങ്ങളിൽ വരച്ചും കുറിച്ചും പേരിട്ടും
അവിടെ തന്നെ നിൽക്കുന്നു. അവയ്ക്കിടയിലെ ഏറ്റവും സാധാരണമായ ചെടികൾ പോലും അവന് പുതിയതായി തോന്നി. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ രേഖയ്ക്ക് അവളുടെ ബുദ്ധി കൊണ്ട് അളക്കുന്നതിന് മുകളിലായിരുന്നു. വീണ്ടും വീണ്ടും അവളുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉരുണ്ടുകൂടി. ജൈൻവർ പ്രധാനപ്പെട്ടവനെന്ന് വിളിച്ച ആ മനുഷ്യൻ ഇതാണോ? ഏറ്റവും സാധാരണമായ ഔഷധങ്ങളുടെ പേര് പോലും പറയാൻ കഴിയാത്ത ഒരാളാണോ അദ്ദേഹത്തോടൊപ്പം ചികിത്സാ മുറിയിലിരിക്കുന്നത്? ജിജ്ഞാസ മൂർച്ചയുള്ളതും അശാന്തവുമായി അവളുടെ ഉള്ളിൽ കത്തി. എന്ത് പ്രത്യേകതയാണ് ഗുരു ഇയാളിൽ കണ്ടത്? ഒരുപക്ഷെ അവന്റെ കുറിപ്പുകളിൽ കണ്ട അജ്ഞാതമായ ആ ചിത്രങ്ങളാണോ? അപ്പോൾ ആ ചിത്രങ്ങളും കുറിപ്പുകളും ഒരു വട്ടം കൂടെ കാണുവാനുള്ള ചിന്ത അവളുടെ ഉള്ളിൽ നിറഞ്ഞു. അവൾ വീണ്ടും താരിനെ നോക്കി. അവനൊരു കുട്ടിയെപ്പോലെ ഓരോ ചെടിയും പരിശോധിച്ചു കൊണ്ടിരുന്നു. അവനവിടെ കൂടുതൽ സമയം ചിലവഴിക്കുമെന്ന് അവൾക്ക് തോന്നി. ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാം തിരക്കിലായിരുന്നു. അവൾക്ക് കൂടുതൽ അറിയാൻ ഇതായിരുന്നു അവസരം. അവൾ പതിയെ പിൻവലിഞ്ഞു. വേഗത്തിൽ അതിഥിമുറികളുടെ അടുത്തേക്ക് പോയി. അവൾ ചാരിയിട്ടിരുന്ന അവന്റെ മുറി തുറന്ന് അകത്തേക്ക് കയറി. മേശയുടെ അരികിലായി അവൾ തുണിസഞ്ചികൾ കണ്ടു. അവൾ വേഗം ചെന്ന് അവ തുറന്നു പരിശോധിച്ചു. അവയ്ക്കുള്ളിൽ വസ്ത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ കട്ടിലും മേശയും പരിശോധിച്ചു. എന്നാൽ അവന്റെ കുറിപ്പുകൾ കണ്ടെത്താൻ സാധിച്ചില്ല. അവൾ നിരാശയായി. മുറിയിൽ മുഴുവൻ ഔഷധങ്ങളുടെ ഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. അവളുടെ കണ്ണുകൾ അടുത്തുള്ള അലമാരയിലേക്ക് പാഞ്ഞു. അവിടെ ഒരു തട്ടിൽ കുപ്പികൾ, പൊടികൾ, ചെറിയ പെട്ടികൾ എന്നിവ കണ്ടു. അവൾ ഒരടപ്പ് തുറന്ന് മൂക്കിനടുത്തേക്ക് കൊണ്ടുവന്നു. ഗന്ധം കട്ടിയുള്ളതും അപരിചിതവുമായിരുന്നു. അവൾ മുൻപ് അനുഭവിച്ചിട്ടുള്ള ഒന്നിനെ പോലെ ആയിരുന്നില്ല. അവൾ നെറ്റിച്ചുളിച്ചു. മറ്റൊരു കുപ്പിയിൽ കട്ടികുറഞ്ഞ ഒരു പൊടിയുണ്ടായിരുന്നു. വിളറിയ നിറം, വിചിത്രമായ ഗന്ധം. അവൾ ഓരോന്നും മാറി മാറി തുറന്നു പരിശോധിച്ചു. പക്ഷെ അവയിലൊന്നുപോലും അവൾക്ക് പരിചിതമായിരുന്നില്ല. അവ ജൈൻവറിന്റെ മാർഗനിർദ്ദേശത്താൽ അവൾ അറിഞ്ഞതോ തയ്യാറാക്കിയതോ ആയ മരുന്നുകളായിരുന്നില്ല. അവളുടെ അത്ഭുതം ആഴത്തിലായി. സമയമറിയാതെ കടന്നുപോയി. അപ്പോൾ പെട്ടെന്ന് പുറത്തടക്കിപ്പിടിച്ച കാൽപെരുമാറ്റം സാവധാനം അടുത്തു വരുന്നു. അവൾ മരവിച്ചു. അവളുടെ കൈ ഇപ്പോഴും ഒരു പെട്ടിയുടെ അടപ്പ് പിടിച്ചിരുന്നു. അവളത് തിരികെ വച്ച് വാതിലിലേക്ക് തിടുക്കത്തിലൂടി. ഇടനാഴിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ മുന്നിൽ താരിൻ നിൽക്കുന്നു. താരിൻ അവളെ കണ്ടിരിക്കുന്നു. അവളെ കണ്ടവൻ ഞെട്ടി. രേഖ നിന്നയിടത്ത് മരവിച്ചുപോയി. അവളുടെ കൈ ഇപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ അപരിചിതമായ പൊടിയുടെ ഗന്ധം അവളുടെ വിരൽത്തുമ്പുകളിൽ നേർത്തതായി തങ്ങി നിന്നു. താരിന്റെ ഉയരം കൂടിയ ശരീരം ഇടനാഴിയിൽ നിന്ന് വരുന്ന മങ്ങിയ വെളിച്ചം തടഞ്ഞു. അവന്റെ നിഴൽ തറയിൽ നീണ്ട് അവളുടെ പാദങ്ങളിൽ വീണു. ഏതാണ്ട് അവളെ അവിടെ തന്നെ തളച്ചിട്ടു. ഒരു നിമിഷത്തേക്ക് അവർ രണ്ടുപേരും അനങ്ങിയില്ല. താരിന്റെ കണ്ണുകൾ അവളിൽ ഉറപ്പിച്ചു. അവന്റെ മുഖത്ത് അവിശ്വാസത്തിന്റെ നിഴലുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ, അവൻ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, നിങ്ങൾ ഞാൻ നേരത്തെ കണ്ട ആളാണ്. മരുന്ന് തയ്യാറാക്കുന്ന സ്ഥലത്ത്. വാക്കുകൾ ഒരു പ്രഹരം പോലെ അവളെ ബാധിച്ചു. അവളുടെ തൊണ്ട വരണ്ടു. അവൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. അവൾക്ക് എന്തെങ്കിലും ഒഴികഴിവ് കണ്ടെത്താൻ കഴിയുന്നതിനു മുമ്പ് ഒരു നേർത്ത ശബ്ദം അവരെ തടസ്സപ്പെടുത്തി. ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് ഒരു ശിഷ്യൻ വിളക്കുകൾ കത്തിക്കുന്നതിന്റെ നേരിയ ശബ്ദം. ആ ചെറിയ ശ്രദ്ധാഭംഗം രേഖയ്ക്ക് അത്യന്തം ആവശ്യമായ ധൈര്യം നൽകി. തോളുകൾ നേരെയാക്കി അവളുടെ വിറയ്ക്കുന്ന ഞരമ്പുകളെ നിസ്സംഗതയുടെ ഒരു മുഖം മൂടി കൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചു. അസാധാരണമായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ അവളുടെ സാന്നിധ്യം അവിടെ തികച്ചും സ്വാഭാവികമാണെന്ന മട്ടിൽ അവൾ അവനെ കടന്നുപോയി. പക്ഷെ അവൾ അവനെ കടന്നുപോയപ്പോൾ താരിന്റെ ശബ്ദം മങ്ങിയ ഇടനാഴിയിൽ അവളുടെ പിന്നിലായി മുഴങ്ങി. എന്തിനാണ് നിങ്ങൾ എൻ്റെ മുറിയിൽ പ്രവേശിച്ചത്? അവന്റെ സ്വരം സംശയത്താൽ ഭാരമുള്ളതായിരുന്നു. അവളുടെ ചുവടുകൾ ഇടറി. ചോദ്യം അവളുടെ നെഞ്ചിനുള്ളിൽ പ്രതിധ്വനിക്കുന്നതായി തോന്നി. അവൾ പതിയെ തിരിഞ്ഞു. അവളുടെ മുഖം മിന്നുന്ന വിളക്കുകളുടെ തിളക്കത്തിൽ വിളറിയിരുന്നു. അത് നിഷേധിക്കാൻ അവൾ ആഗ്രഹിച്ചു, ഏതെങ്കിലും ഒഴികഴിവ് കണ്ടെത്താൻ. പക്ഷെ വാക്കുകൾ അവളുടെ തൊണ്ടയിൽ കുരുങ്ങി. പകരം ആത്മവിശ്വാസത്തെക്കാൾ കൂടുതൽ ഭയത്തിൽ നിന്ന് ജനിച്ച ധിക്കാരത്തിന്റെ ഒരു പെട്ടെന്നുള്ള പൊട്ടിത്തെറിയിൽ അവൾ അവളുടെ സ്വന്തം ചോദ്യങ്ങൾ അവന്റെ നേർക്കെറിഞ്ഞു. നിങ്ങൾ ആരാണ്? നിങ്ങളുടെ കുറിപ്പുകളിൽ എന്താണുള്ളത്? അവൾ ആവശ്യപ്പെട്ടു. അവളുടെ വാക്കുകൾ ഒറ്റശ്വാസത്തിൽ പുറത്തേക്ക് പാഞ്ഞു. കൂടുതൽ വേഗത്തിൽ സംസാരിക്കുന്നതിലൂടെ അവന്റെ ചോദ്യത്തിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ കഴിയുമെന്ന മട്ടിൽ. താരിൻ തല ചെറുതായി ചരിച്ചു. അവന്റെ കണ്ണുകൾ ചുരുങ്ങി. അവളുടെ മുഖഭാവം പഠിച്ചു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൻ പതിയെ സംസാരിച്ചു. ഞാൻ അറിവ് തേടി വന്ന, എന്റെ അനുമാനങ്ങൾ സാധൂകരിക്കാൻ വന്ന ഒരു സാധാരണ മനുഷ്യനാണ്. അവന്റെ ഓരോ വാക്കും മൂർച്ചയുള്ളതായിരുന്നു. രേഖ ഏതാനും നിമിഷങ്ങൾ അവനെ തുറിച്ചു നോക്കി. അവന്റെ ഭാവം തിരഞ്ഞു. ഏതെങ്കിലും നുണയുടെ അടയാളം കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷെ അവന്റെ മുഖം ഒന്നും വെളിപ്പെടുത്തിയില്ല. പതിയെ അവളുടെ തോളുകൾ താഴ്ന്നു.
അവൾ തിരിഞ്ഞു നടന്നു. പക്ഷെ വീണ്ടും അവന്റെ ശബ്ദം അവളെ വിളിച്ചു. നിങ്ങൾ പറഞ്ഞില്ല. അവൻ അവളെ ഓർമ്മിപ്പിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്റെ മുറിയിൽ പ്രവേശിച്ചത്? ജൈൻവറിന്റെ ശിഷ്യന്മാർ ഇങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. അവളുടെ ശരീരം മുറുകി. അവൾ പെട്ടെന്ന് തിരിഞ്ഞു. അവളുടെ കണ്ണുകൾ മിന്നി. അവൾ അടിച്ചമർത്തപ്പെട്ട ദേഷ്യത്തിൽ വിറച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ ശിഷ്യന്മാരാരും ഗുരുവിനെ അദ്ദേഹത്തിന്റെ പേര് വിളിക്കില്ല. താരിന്റെ നോട്ടം പിന്മാറിയില്ല. അതിന് ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനല്ല. അവൻ ശാന്തമായി മറുപടി പറഞ്ഞു. അദ്ദേഹം എന്നെ നിങ്ങളിലൊരാളായി പരിഗണിച്ചില്ല. അദ്ദേഹം എന്നെ അവന് തുല്യനായി പരിഗണിക്കുന്നു. രേഖയുടെ ദേഷ്യം ഇരട്ടിച്ചു. അവളുടെ ഭാവത്തിൽ ഒരു കൊടുങ്കാറ്റ് വീശി. അവന്റെ വാക്കുകൾ അവളുടെ അഭിമാനത്തെ ഒരു മുള്ളുപോലെ കുത്തിമുറിവേൽപ്പിച്ചു. അവളുടെ ശബ്ദമുയർന്നു. അതാണോ നിങ്ങൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കാൻ കാരണം? ഞങ്ങളിൽ ഏറ്റവും മുതിർന്നവർക്ക് പോലും നിഷേധിക്കപ്പെട്ടത്? അതുകൊണ്ടാണോ ചികിത്സാ സമയത്ത് അദ്ദേഹം നിങ്ങളെ അവന്റെ അരികിലിരിക്കാൻ അനുവദിക്കുന്നത്? അതെനിക്കറിയില്ല, താരിൻ മറുപടി പറഞ്ഞു. അവന്റെ സ്വരം ഉറച്ചതായിരുന്നു. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം, എന്നോടല്ല. അവളുടെ കണ്ണുകൾ ഇരുണ്ടു. താടിയെല്ലും മുറുകി. അവൾ വീണ്ടും തിരിഞ്ഞു. ഇത്തവണ കൂടുതൽ ശക്തിയോടെ നടന്നുപോകാൻ തുടങ്ങി. പക്ഷെ വീണ്ടും അവന്റെ ശബ്ദം ഒരു കയറുപോലെ അവളെ പിന്തുടർന്നു. നിങ്ങൾ ഇപ്പോഴും പറഞ്ഞില്ല എന്തിനാണ് എന്റെ മുറിയിൽ കയറിയതെന്ന്. ഞാനിത് ജയൻവറിനോട് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? അതൊരു ചാട്ടവാറടി പോലെ അവളെ ബാധിച്ചു. അവൾ പെട്ടെന്ന് നിന്നു. അവളുടെ വേഗത കൂടിയ ശ്വാസത്തിൽ അവളുടെ പുറം ഉയരുകയും താഴുകയും ചെയ്തു. പതിയെ അവൾ വീണ്ടും തിരിഞ്ഞു. അവളുടെ ദേഷ്യം ഒരു നിമിഷം കൊണ്ട് സങ്കടത്തിന് വഴിമാറി. അവളുടെ ചുണ്ടുകൾ വിറച്ചു. അവളുടെ കണ്ണുകൾ തിളങ്ങി. കണ്ണുനീർ നിറഞ്ഞു. എനിക്കറിയാം, അവൾ പതിയെ മന്ത്രിച്ചു. അവളുടെ ശബ്ദം ദുഃഖത്താൽ മൂടിയിരുന്നു. ഗുരു എന്നെ ഉപേക്ഷിച്ചേക്കാം. വർഷങ്ങളായി ഞാൻ അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഞാൻ എപ്പോഴും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവളായിരുന്നു. ചികിത്സാമുറിയിൽ അദ്ദേഹത്തിന്റെ അരികിലിരിക്കുക, രോഗനിർണയം നടത്തുക, അദ്ദേഹത്തെ ചികിത്സിക്കാൻ സഹായിക്കുക, അതായിരുന്നു എന്റെ സ്വപ്നം. എന്റെ ഒരേ ഒരു സ്വപ്നം. ഒരു ദിവസം അദ്ദേഹം എന്നെ ആ സ്ഥാനത്തിരുത്തുമെന്ന് ഞാൻ വിശ്വസിച്ചു. രോഗനിർണയം നടത്താനുള്ള എന്റെ കഴിവിനെ അദ്ദേഹം പ്രശംസിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു. വർഷങ്ങളോളം കാത്തിരുന്നു. അവളുടെ വാക്കുകൾ ഇടറി. വികാരത്താൽ ശ്വാസം മുട്ടി. പക്ഷെ ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് നിങ്ങളാണ്. അവളുടെ നെഞ്ചിൽ ഒരു കൈയമർത്തി. അവളുടെ ഹൃദയത്തെ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ എന്ന മട്ടിൽ ഞാൻ ഒന്നുമല്ലാതായി. ജൈൻവർ ഉപേക്ഷിച്ച ഒരു ശിഷ്യനെ കേദിരിയിൽ മറ്റൊരു വൈദ്യനും സ്വീകരിക്കില്ല. അവളുടെ ശബ്ദം തകർന്നു. കണ്ണുനീർ അവളുടെ മുഖത്തുകൂടി സ്വതന്ത്രമായി ഒഴുകി. താരിൻ മരവിച്ചുപോയി. അവളുടെ വാക്കുകൾ അവൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവനെ ബാധിച്ചു. അവന്റെ നെഞ്ചിൽ ഒരു വേദന ഉയർന്നു വരുന്നതായി അവന് തോന്നി. പക്ഷെ അവന്റെ ചുണ്ടുകളിലേക്ക് വാക്കുകളൊന്നും വന്നില്ല. രേഖ വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് അവളുടെ മുഖം തുടച്ചു. അവൾ ഒരു ചെറിയ ചുവട് പിന്നോട്ട് വെച്ച് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. എന്നിട്ട് നിന്നു. അവളുടെ തല ചെറുതായി തിരിച്ച് അവൾ വീണ്ടും സംസാരിച്ചു. അവളുടെ ശബ്ദം മൃദുലമായിരുന്നു, ഏതാണ്ടൊരു കുറ്റസമ്മതം പോലെ. ഞാൻ ആദ്യം നിങ്ങളുടെ മുറിയിലേക്ക് വന്നത് നിങ്ങൾ ആരാണെന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ്. പക്ഷെ അവിടെ കണ്ട കുറിപ്പുകൾ, ചിത്രങ്ങൾ, എനിക്ക് അപരിചിതമായ വിശദീകരണങ്ങൾ, അവയെല്ലാം ഇരുട്ടിലെ ഒരു തീ പോലെ എന്നെ വീണ്ടും ഇവിടേക്ക് ആകർഷിച്ചു. വിളക്കുകൾ കത്തിച്ചുകൊണ്ടിരുന്ന ശിഷ്യൻ ഇപ്പോൾ അടുത്തു വന്നു. തിളങ്ങുന്ന വിളക്കുകളിൽ അവളുടെ രൂപം പാതി പ്രകാശത്തിലായിരുന്നു. ഒരു നിമിഷം അവൾ അവിടെ തങ്ങി നിന്നു. എന്നിട്ട് ഒരു അവസാന നോട്ടത്തോടെ തിരിഞ്ഞ് നടന്നുപോയി. വിളക്കുകളിലെ ചെറിയ ജ്വാല ഇടനാഴിക്ക് വെളിച്ചം നൽകി. നിഴലുകളെ ഒന്നൊന്നായി ചിതറിച്ചു. അവൾ ഇടനാഴിക്കപ്പുറം ഇരുട്ടിലേക്ക് അപ്രത്യക്ഷമായി. താരിൻ വാതിൽക്കൽ നിശബ്ദനായി നിന്നു. അവന്റെ നോട്ടം രേഖ പോയ വഴിയിൽ ഉറപ്പിച്ചു. അവളുടെ വിറയ്ക്കുന്ന ശബ്ദത്തിന്റെ പ്രതിധ്വനി ഇപ്പോഴും അവന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു.